ഇവിടയിൽ പ്രധാനമായിട്ട് റഷ്യയും ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട ഡെവലപ്മെന്റ്സ് ആണ്. അതായത് ഈ റഷ്യ ഉക്രൈൻ വിഷയം ഇപ്പം ആ ഒരു സമാധാന ചർച്ച ഇപ്പം സ്ലോ ഫേസിലാണ്. ഇപ്പം അത്ര ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ട് നടക്കുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം സ്റ്റീവ് വിറ്റ്കോഫ്. ഈ സ്റ്റീവ് വിറ്റ്കോഫ് ഒരു റിയൽ എസ്റ്റേറ്റ് പേഴ്സൺ ആണെന്നും അയാൾക്ക് ഈ ഒരു ഇന്റർനാഷണൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് എങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വാർത്ത കാണുന്നവർക്ക് അത് കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവും, കണ്ടിട്ടുണ്ടെങ്കിൽ. ഈ വ്യക്തികൾ, അതായത് ഈ ട്രംപിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഈ ടീമുകൾ, ഈ ജെറാദ് കുഷ്നർ, അതേപോലെ ഈ സ്റ്റീവ് വിറ്റ്കോഫ്, ഇങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ വേറെ രീതിയിലുള്ള നോളജ് ഒന്നുമില്ല. ഇതൊക്കെ ട്രംപിന്റെ പരിചയം, ട്രംപിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രം ട്രംപിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറച്ച് ആൾക്കാരാണ്. ഇവരെയൊക്കെയാണ് ഈ ഡിപ്ലോമാറ്റിക് വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വിടുന്നത്. അപ്പോൾ അത് എത്രമാത്രം ഒരു വീക്കായിട്ടുള്ള ഒരു ടീമാണ് അവിടെ അയക്കുന്നത് US എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊന്നും പറയാനില്ല. ശരിക്കും സ്റ്റീവ് വിറ്റ്കോഫ് കാണിച്ച മണ്ടത്തരം. സ്റ്റീവ് വിറ്റ്കോഫിന്റെ ഓഡിയോ ലീക്ക് ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് ലീക്ക് ചെയ്തത് റഷ്യ അല്ല എന്നാണ് പറയുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യയുടെ ഫോറിൻ റെപ്രസെന്റേറ്റീവ് സെർഗേ ലോവ്റോ അല്ല, ഫോറിൻ മിനിസ്ട്രിയിൽ തന്നെ ഇപ്പോൾ നമുക്ക് പലരുണ്ടാവുമല്ലോ, പല ഓഫീസേഴ്സ്, അതിൽ ഒരു ഓഫീസറുമായിട്ട് സ്റ്റീവ് വിറ്റ്കോഫ് ചർച്ച നടത്തി. ആ ചർച്ചയിൽ പറഞ്ഞത് വേറൊന്നുമില്ല, ട്രംപിനെ എങ്ങനെ സോപ്പിടണം, അതായത് എങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ട്രംപ് വീഴും, എന്ത് പറഞ്ഞ് നിങ്ങൾക്ക് റഷ്യക്ക് അനുകൂലമായിട്ട് ഈ ഉക്രൈൻ റഷ്യ വാറിന്റെ ആ ഒരു പീസ് പ്ലാനിനെ നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ആ പോയിന്റുകൾ വരുത്തി തീർക്കാം. അപ്പോൾ അതിന് എന്തൊക്കെ സംസാരിക്കണം എന്നുള്ള നിലയിൽ സ്റ്റീവ് വിറ്റ്കോഫ് ഈ പേഴ്സന്റെ അടുത്ത് സംസാരിച്ച ഓഡിയോ റെക്കോർഡിംഗ് ലീക്ക് ആയിട്ടുണ്ട്. ഇത് ആര് ലീക്ക് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല. റഷ്യ പറയുന്നത് ഞങ്ങൾ ഇത് ലീക്ക് ചെയ്തിട്ടില്ല, ഇത് ഇന്റലിജൻസ് തലത്തിൽ വരുന്ന ചോർച്ചയാണ്, ഇത് വേറെ ആരോ ഇത് റെക്കോർഡ് ചെയ്ത് ലീക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് റഷ്യ പറയുന്നത്. റഷ്യ ഇതിനകത്ത് നിന്ന് ഇപ്പം കൈ കഴുകി മാറി നിൽക്കുകയാണ്. ഇപ്പം ഈ ഒരു ഓഡിയോ ലീക്ക് ആയതുകൊണ്ട് തന്നെ ഇതിനെ ഒരു അവസരമായിട്ട് എടുത്തുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ, അതേപോലെ തന്നെ ഉക്രൈനിലെ സെലൻസ്കി, അതുപോലെ UK കീർ സ്റ്റാർമർ, ഇവരെല്ലാം തന്നെ നാറ്റോ, പ്രത്യേകിച്ച് നാറ്റോയിലെ മാർക്ക് റൂട്ടെ, ഇവരെല്ലാം തന്നെ ഇപ്പോൾ ഇതൊരു അവസരമാക്കി എടുത്തുകൊണ്ട് അമേരിക്ക ഓൺസൈഡ് ആയിട്ട് പെരുമാറുന്നു, സ്റ്റീവ് വിറ്റ്കോഫ് പങ്കെടുക്കുന്നെങ്കിൽ ഇനി അടുത്ത ചർച്ചകളിൽ ഞങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ സ്റ്റീവ് വിറ്റ്കോഫുമായിട്ടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ഇപ്പം മറ്റൊരു വിഷയമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സ്റ്റീവ് വിറ്റ്കോഫ് പറയുകയാണ്, നിങ്ങൾ ട്രംപിനെ വിളിക്കുമ്പോൾ ഗാസയിൽ ട്രംപ് ചെയ്ത ഒരു പീസ് ഡീൽ ഉണ്ടല്ലോ, അതിനോടൊന്ന് ഉപമിച്ച് ഗാസയിൽ നിങ്ങൾ എന്ത് മാസീവായിട്ടുള്ള ഒരു ഇംപ്രസീവായിട്ടുള്ള കാര്യങ്ങളാണ് താങ്കൾ ചെയ്തത്, അതേപോലത്തെ രീതിയിൽ നിങ്ങൾ റഷ്യ ഉക്രൈൻ വിഷയത്തെ ഹാൻഡിൽ ചെയ്യണം. ഉക്രൈനെ ആ രീതിയിൽ ഹാൻഡിൽ ചെയ്താൽ മാത്രമേ, എങ്ങനെ ഗാസയെ നിങ്ങൾ ഡീൽ ചെയ്തോ അതേപോലെ ഡീൽ ചെയ്താൽ മാത്രമേ ഈ ഒരു സമാധാന ചർച്ചയ്ക്ക് ഒരു അന്ത്യം കുറിക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തുടർന്ന് പോകും. നിങ്ങളൊരു മഹാനാണ്, വല്ലവനാണ്, നല്ലവനാണ്, ഗാസയിൽ നിങ്ങൾ കൊണ്ടുവന്നത് ഈ ലോകത്ത് തന്നെ ആരെ കൊണ്ടും സാധിക്കാൻ പറ്റാത്ത വിഷയങ്ങളാണ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ അങ്ങോട്ട് ട്രംപിനടുത്ത് അങ്ങനെ പുകഴ്ത്തി സംസാരിക്കണം എന്നാണ് സ്റ്റീവ് വിറ്റ്കോഫ് റഷ്യക്ക് കൊടുത്ത ഉപദേശം. ഇങ്ങനെ ഏതെങ്കിലും ഒരു മണ്ടൻ പോയി സംസാരിക്കുമോ? അപ്പോൾ ഇങ്ങനെ, അതായത് ട്രംപിന്റെ കാര്യം എനിക്ക് വിടൂ, ഞാൻ ഡീൽ ചെയ്തോളാം, ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. 1 2 3 4 5 6 7 എന്ന് പറഞ്ഞൊരു 10 പോയിന്റ്, അതിലെല്ലാം തന്നെ ട്രംപിനെ പുകഴ്ത്തി പറയുക എന്നുള്ളൊരു പോയിന്റാണ് സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓഡിയോ കേട്ട് കഴിഞ്ഞാൽ ട്രംപ് എന്തായിരിക്കും വിചാരിക്കുക? തീർച്ചയായിട്ടും സ്റ്റീവ് വിറ്റ്കോഫിന്റെ മേളിൽ ഒരു ആക്ഷൻ എടുക്കേണ്ടതാണ്. അതായത് ട്രംപിന് ഗ്രിപ്പ് ഉണ്ടെങ്കിൽ, ട്രംപിന് നട്ടലുണ്ടെങ്കിൽ സ്റ്റീവ് വിറ്റ്കോഫിനെ പുറത്താക്കണം. അത് ചെയ്തിട്ടില്ല, അത് ഇതുവരെ ചെയ്തിട്ടില്ല. അതിന് പകരം അമേരിക്ക കൊടുത്തിരിക്കുന്ന റിപ്ലൈ ആർക്കാണ്? യൂറോപ്യൻ യൂണിയനും ഉക്രൈനും അമേരിക്ക റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എന്ത് റിപ്ലൈ ആണെന്ന് പറഞ്ഞാൽ, അവിടെ ഇച്ചിരി ബോധമുള്ളത് ഈ മാർക്കോ റൂബിയൊക്കെയാണ്. ഈ മാർക്കോ റൂബിയാണ് ഫൈനലി സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവസാനം ഇപ്പോൾ ട്രംപിന്റെ ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്ന മറുപടി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞതോ പറഞ്ഞില്ലയോ ആ ഒരു വിഷയം നിങ്ങൾ വിടൂ, അത് നിങ്ങൾ മാറ്റിവെച്ചിട്ട് നിങ്ങൾ ഈ സമാധാന ചർച്ച നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡീൽ, നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു 28 പോയിന്റ് ഡീൽ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം സൈൻ ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ആദ്യം യുദ്ധം നിൽക്കട്ടെ, അത് നിർത്തിയിട്ട് പോരെ ബാക്കിയുള്ള ഡിസ്കഷൻ എന്നാണ് അമേരിക്ക ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് അമേരിക്ക കാണുന്ന ഒരു വശം എന്ന് പറഞ്ഞാൽ, സ്റ്റീവ് വിറ്റ്കോഫ് സംസാരിച്ചത് പോസിറ്റീവായിട്ടാണ്. അതായത് നെഗോസിയേഷൻ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ ഒരു ടീമിൻ്റെ അടുത്ത് പോയിട്ട് ഭയങ്കരമായിട്ട് റഫ് ആൻഡ് ടഫ് ആയിട്ടല്ലോ സംസാരിക്കുന്നത്. അവർക്ക് കൂടുതൽ പോസിറ്റീവ് സൈഡ് കിട്ടുന്നത് പോലെയും അവരെ നമ്മൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അതേ രീതിയിൽ തന്നെയാണ് സ്റ്റീവ് വിറ്റ്കോഫ് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിലൊരു തെറ്റുമില്ല. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന ഒരു യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് ഇച്ചിരി അമേരിക്കൻ പ്രസിഡന്റിന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചാൽ നല്ലത്, അല്ലെങ്കിൽ അങ്ങനെ സംസാരിച്ചാൽ നല്ലത്, അപ്പോൾ എങ്ങനെ സംസാരിച്ചാൽ നിങ്ങൾക്ക് ഓക്കെ ആവും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നതിൽ ഒരു രീതിയിലുള്ള ഒഫൻസും കണ്ടെത്തേണ്ടതില്ല എന്നാണ് അമേരിക്കയുടെ നിലപാട്. പിന്നെ മോറൽ ആണോ എന്നുള്ളതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ഇതിനകത്ത് ഒപ്പുവെക്കുക, എന്നിട്ട് ഈ സമാധാന ചർച്ചയുമായിട്ട് മുന്നോട്ട് പോവുക. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുന്നതാണ് ഇപ്പം അമേരിക്ക ഉക്രൈനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ അവസാനം മാർക്കോ റൂബിയാണ് പറഞ്ഞത്. മാർക്കോ റൂബിയോ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ, അതായത് ഈ ഡീലിൽ ഒപ്പുവെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഇതിൽ ഒപ്പുവെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അമേരിക്കയുമായിട്ട് യാതൊരുവിധ ഡീലിംഗ്സും ഇല്ല എന്നാണ് ഇപ്പോൾ അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ മാർക്ക് റൂട്ടെ, നാറ്റോയുടെ തലവനായിട്ടുള്ള മാർക്ക് റൂട്ടെ ഇപ്പം പുതിയ സ്റ്റേറ്റ്മെന്റോടെ വന്നിരിക്കുകയാണ്. അതായത് ഇത്രയും നാളും അടങ്ങിയിരുന്ന മാർക്ക് റൂട്ടെ ഇപ്പോൾ പെട്ടെന്ന് ഇറങ്ങി വന്നിട്ട് പറയാണ്, ട്രംപിന്റെ വളരെ അടുത്ത ആളാണ് മാർക്ക് റൂട്ടെ. അപ്പോൾ ട്രംപ് ഏത് കുളത്തിൽ ചാടാൻ പറഞ്ഞാലും ചാടും. ട്രംപിനെ നാറ്റോ രാജ്യങ്ങളുടെ ഫാദർ എന്ന് അഭിസംബോധന ചെയ്ത ആളാണ് മാർക്ക് റൂട്ടെ. അപ്പോൾ ഇപ്പം പുള്ളി പറഞ്ഞിരിക്കുന്നത്, ഈ റഷ്യ ആരാണ്
ഉക്രൈനെ നാറ്റോയിൽ ചേരണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാൻ. നാറ്റോയ്ക്കാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം. നാറ്റോ ഡിസിഷൻ എടുക്കും ആര് ചേരണം ആര് ചേരണ്ട എന്നുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പിന്നെ എന്തുകൊണ്ട് ഉക്രൈനെ ചേർക്കുന്നില്ല? ചേർത്തൂടെ? ഇങ്ങനെ കിടന്ന് യുദ്ധം ചെയ്യേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ഉക്രൈനെ അങ്ങ് നാറ്റോയിൽ അങ്ങ് ചേർക്കൂ. എന്തേ നിങ്ങൾ ചേർക്കാത്തത്? അങ്ങ് ചേർത്തൂടെ? അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇവർക്ക് ചേർക്കാനും വയ്യ, ഇവർക്ക് അതിനുള്ള കെൽപ്പില്ല, അതിനുള്ള നട്ടല്ലില്ല. ഒന്നാമത്തെ കാര്യം. ചുരുക്കി പറഞ്ഞാൽ റഷ്യ ഇവർക്കെല്ലാം പേടിയാണ്. അതാണ് മെയിൻ ആയിട്ടുള്ള കാരണം. പക്ഷേ എല്ലാവർക്കും റഷ്യയുമായിട്ട് നിരന്തരം യുദ്ധം ചെയ്ത് റഷ്യയെ തുലയ്ക്കണം. പക്ഷേ അതിന് ഓപ്പണായിട്ട് റഷ്യയുടെ മുന്നിൽ വെല്ലുവിളി നടത്തിക്കൊണ്ട് യുദ്ധം നടത്താൻ ഇവർക്ക് വയ്യ, ഇവർക്ക് കഴിവില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ. അതിന് വേണ്ടിയിട്ടാണ് ഉക്രൈനെ ഒരു കരുവാക്കി ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ട്രൂത്ത്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉക്രൈൻ ആണെങ്കിൽ വെറുതെ ഇരിക്കത്തില്ല. ഉക്രൈൻ റഷ്യക്കുള്ളിൽ വീണ്ടും ആക്രമണങ്ങൾ, അതായത് ഇവർ തുടരെ ഇങ്ങനെ ആക്രമണം നടത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? റഷ്യ തിരിച്ചടിക്കും. റഷ്യ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ അഗ്രസീവ് ആവും. അപ്പോൾ ഇവർ അയ്യോ അടിക്കുന്നേ, റഷ്യ തീവ്രവാദപരമായിട്ട് പെരുമാറുന്നു, ഡിക്റ്റേറ്ററാണ്, ഇതാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റുകളുമായിട്ട് അങ്ങ് മുന്നോട്ട് വരും. ഇതാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം റഷ്യ ഉക്രൈൻ വിഷയം ഇങ്ങനെ ഒരു അൺസർട്ടനിറ്റിയിൽ മുന്നോട്ട് പോവാണ്. പുടിൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾ എന്തിനും റെഡിയാണ്. ഇപ്പം G7 കൺട്രീസ് ഉണ്ടല്ലോ, അത് G8 ആയിരുന്നു. അത് റഷ്യ അതിൽ നിന്ന് പുറത്താക്കിയത് കൊണ്ടാണ് G7 ആയത്. അപ്പോൾ G8 റഷ്യയെ ക്ഷണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോകുമോ എന്ന് പുടിനോട് ചോദിച്ചപ്പോഴത്തേക്കും പുടിൻ പറയുന്നത്, ഞങ്ങൾക്കിപ്പം G8 പോയി ചേരണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ അവർ വിളിക്കുന്നു, ഞങ്ങളുമായിട്ട് സഹകരിക്കാൻ അവർക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വി ആർ ഓക്കെ, ഞങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്താനും തയ്യാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ചോദിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ റെഡിയാണ്, ഞങ്ങളുടെ പോയിന്റുകളെല്ലാം തന്നെ ഡ്രാഫ്റ്റ് ചെയ്ത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, കൺസെൻസസ് വരുത്താൻ വേണ്ടിയിട്ട് ചർച്ച നടത്താനും ഞങ്ങൾ തയ്യാറാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഉക്രൈൻ അഗ്രസീവായിട്ടുള്ള ആക്രമണങ്ങൾ തുടരുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളും തിരിച്ചടിക്കും, ഞങ്ങൾക്കും ഞങ്ങളുടെ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അങ്ങനെ തന്നെയാണ് പുടിൻ ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ, അമേരിക്കയിൽ ഇന്നലെ ഒരു തീവ്രവാദ ആക്രമണം നടന്നില്ല. ഒരു അഫ്ഗാനി വൈറ്റ് ഹൗസിന്റെ 2 കാവൽക്കാരെ വെടിവെച്ച് കൊന്ന ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് അവന് കൊടുക്കേണ്ട ശിക്ഷ കൃത്യമായിട്ട് കൊടുത്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ട്രംപ് വലിയൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇമിഗ്രേഷൻ കംപ്ലീറ്റ് നിർത്തിവെക്കുകയാണ്. അതായത് ഇനി തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് പുള്ളി തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഈ നൂറ്റാണ്ടിലും തേർഡ് വേൾഡ് രാജ്യങ്ങൾ എന്നൊക്കെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ, അങ്ങനത്തെ ഒരാളാണ് അമേരിക്കൻ പ്രസിഡന്റ്. കാരണം അയാൾ പറഞ്ഞല്ലോ, ഒരുപാട് രാജ്യങ്ങൾ എൻ്റെ ഇവിടെ വന്നിട്ട് ചുംബിക്കുന്നുണ്ട്, റെഡി ആയിട്ടിരിപ്പുണ്ട്, സാർ പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനാണ്? താരിഫുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതേ ഒരു മൈൻഡ് സെറ്റോട് കൂടി തന്നെയാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തേർഡ് വേൾഡ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ വിസ ഞങ്ങൾ ഇനി അപ്രൂവ് ചെയ്യില്ല, ഇനി വിസ ഒന്നും ഇമീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്നില്ല, ഇമിഗ്രേഷൻ പോളിസി കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പ്രാഥമികമായിട്ട് ഇതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ ഈ H1B വിസയെക്കുറിച്ച് സ്പെഷ്യലായിട്ടൊരു എപ്പിസോഡ് തന്നെ നമുക്ക് സംസാരിക്കാം. കാരണം അതിനകത്ത് ഞാൻ വായിച്ചു നോക്കുമ്പോഴത്തേക്കും ഒരുപാട് വിഷയങ്ങളുണ്ട് അതിനകത്ത്. കാരണം ഈ H1B വിസ എന്ന് പറഞ്ഞാൽ H1B വിസ മാത്രമല്ല, ഈ ചെന്നൈയിലുള്ള US കൗൺസിലേറ്റിനെതിരെ അമേരിക്കയിൽ നിന്ന് വൈറ്റ് ഹൗസ് കൃത്യമായിട്ടുള്ളൊരു താക്കീത് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ, ചെന്നൈയിൽ ഏതാണ്ട് H1B വിസ പരമാവധി മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം തന്നെ ചെന്നൈ അമേരിക്കൻ എംബസി ത്രൂ റിക്രൂട്ട് ചെയ്ത് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് വിസ അപ്രൂവൽ കിട്ടി വന്ന ആൾക്കാർ. അപ്പോൾ ചെന്നൈ ബേസ് ചെയ്തുള്ള ഒരു എംബസിക്ക് അമേരിക്ക താക്കീത് കൊടുത്തിട്ടുണ്ട്. അത് ഈ H1B വിസയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതായത് ഇതിനകത്ത് മനസ്സിലാക്കുന്നത്, ഈ H1B വിസ എന്ന് പറഞ്ഞാൽ ഈ വർക്ക് ചെയ്യാൻ പോകുന്ന ആൾക്ക് H1B വിസ, ഈ H1B വിസ 6 വർഷത്തേക്കാണ് ഈ H1B വിസ ആദ്യം ഇഷ്യൂ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വൈഫിനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് റെസിഡൻസി വിസയായിട്ട് മാറും. H4 എന്നുള്ള കാറ്റഗറിയുള്ള വിസയിലാണ് വൈഫിനെയൊക്കെ കൊണ്ടുപോകുന്നത്, അതായത് ഡിപ്പെൻഡന്റിനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവിടെ. ഈ IT കമ്പനിയിലൊക്കെ ജോലി ചെയ്ത ആൾക്കാർ അതായത് പ്രൊഫഷണലി ആ 2 പേരും സെയിം ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ അതിലൊരാൾക്ക് H1B വിസ, മറ്റൊരാൾക്ക് H4 വിസ, മറ്റവന് വർക്ക് ചെയ്യാം. ഇത് സെയിം ക്വാളിഫിക്കേഷനുള്ള ആളായിരിക്കും വൈഫ്, അല്ലെങ്കിൽ ഈ ഡിപ്പെൻഡന്റ് വിസയിൽ പോകുന്ന ഹസ്ബൻഡ്. പക്ഷെ ആൾക്ക് പണിയെടുക്കാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെ മാനസിക സമ്മർദ്ദങ്ങൾ നേരിടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അമേരിക്കയിൽ. അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇനി നമ്മൾ അമേരിക്കയിൽ ഇപ്പം ഇതാണ് അവസ്ഥ. വിസ റെസ്ട്രിക്ഷൻസ് വീണ്ടും തുടങ്ങാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ചും ഈ ഒരു ആക്രമണത്തിന് ശേഷം. അതുപോലെ യൂറോപ്യൻ യൂണിയന്റെ ഫോറിൻ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഖാജ കല്ലാസ് അവർ പറഞ്ഞിരിക്കുന്നത്, ഈ റഷ്യയിൽ നിന്നും ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫണ്ട് എത്രയും വേഗം ലിക്വിഡൈസ് ചെയ്ത് അത് ഉക്രൈന് കൊടുക്കേണ്ട രീതിയിൽ അതിനെ ആക്കി തീർക്കുക, എത്രയും പെട്ടെന്ന് തന്നെ ഉക്രൈൻ അത് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ കാരണം എല്ലാവർക്കും മനസ്സിലായി യുദ്ധം ഇപ്പോഴൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്നുള്ളത്. ഉക്രൈൻ ഇന്നലെ ക്രൈമിയയുടെ ഭാഗത്ത് മാസീവ് ആയിട്ടുള്ള അറ്റാക്ക്, തുടരെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മാറിയും തിരിഞ്ഞും ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കേണ്ട എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ ഇനിയും റഷ്യയെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും റഷ്യ അടിക്കും. ഇപ്പോൾ ഇന്ന് രാത്രിയൊക്കെ തകർത്ത് വെച്ച് അടി നടക്കും. അതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒന്നാമതേ നല്ല തണുപ്പ്, അതിൻ്റെ ഇടയ്ക്ക് റഷ്യ കൃത്യമായിട്ട് പവർ ഗ്രിഡ് അറ്റാക്ക് ചെയ്ത് കളയും. അതിലൂടെ കറണ്ടും ഇല്ല, ഇരുട്ടത്ത് ഒരു വാട്ടർ ഹീറ്റർ പോലും ഇല്ലാത്ത അവസ്ഥയിൽ, അല്ലെങ്കിൽ ഒരു ഹീറ്റ് സിസ്റ്റം, ടെമ്പറേച്ചർ കൺട്രോൾ ഹീറ്റ് സിസ്റ്റം പോലും വർക്ക് ചെയ്യാൻ പറ്റാതെ ഈ തണുത്ത് മരവിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ ഉക്രൈനിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് കീവിലെ ജനങ്ങൾക്ക്. അടുത്ത നമ്മൾ റഷ്യയും സൗദി അറേബ്യയും തമ്മിലുള്ള ഒരു ഡീലിങ്സ്. റഷ്യയും സൗദി അറേബ്യയും തമ്മിൽ ഒരു ഫ്രീ വിസ, അതായത് റഷ്യക്കാർക്ക്
ഓൺ അറൈവൽ വിസ. ഈ ഫ്രീ വിസ എന്ന് പറയുന്നത് തന്നെ ഓൺ അറൈവൽ വിസയാണ്. ഏതൊരു അന്യരാജ്യത്തിൻ്റെ ആൾ എയർപോർട്ടിൽ എൻട്രി നടത്തിയാലും വിസ എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ട്. പിന്നെ ഈ വിസ ഫ്രീ എന്ന് പറയുന്നത് ആ എയർപോർട്ട്, അതായത് മുൻകൂട്ടി നിങ്ങൾ അപ്ലൈ ചെയ്ത് വിസ എടുക്കേണ്ട എന്ന് മാത്രം. അപ്പോൾ അതായത് ഓൺ അറൈവലിൽ നിങ്ങൾക്ക് വിസ കിട്ടും. അപ്പോൾ അങ്ങനെ റഷ്യൻ സിറ്റിസൻസിന് സൗദി അറേബ്യക്കുള്ളിൽ ഓൺ അറൈവലിൽ വിസ കൊടുക്കാനുള്ള ആ ഒരു ടേം വിസ ഫ്രീ വിസ എന്നുള്ള നിലയിൽ ഒരു എഗ്രിമെൻറ്റ് റഷ്യയും സൗദി അറേബ്യയും തമ്മിൽ സൈൻ ചെയ്തിട്ടുണ്ട്. റഷ്യയും സൗദി അറേബ്യയും തമ്മിൽ അന്തർധാരയിൽ നല്ല രീതിയിലുള്ള കണക്ഷൻസ് ഉണ്ട്. റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ സൗദി അറേബ്യ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പണ്ടേ വാർത്ത ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ റഷ്യയും സൗദി അറേബ്യയും തമ്മിൽ ട്രേഡ് എഗ്രിമെന്റും കൂടി സൈൻ ചെയ്യാനുള്ള സാധ്യത, അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളും നടക്കുന്നുണ്ട്. ഇനിയിപ്പം ട്രംപ് ഒരു അക്സെപ്റ്റൻസ് നടത്തിയിരിക്കുകയാണ്. അതായത് റഷ്യയുടെ കയ്യിൽ 43 മുതൽ 48 ഐസ് ബ്രേക്കർ ഷിപ്പുണ്ട്, വെസൽസ് ഉണ്ട്. പക്ഷേ ഈ ആർട്ടിക് റീജിയനിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, ആർട്ടിക് റീജിയനിലൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ്. ഒരു ഷിപ്മെന്റ് മുന്നോട്ട് പോകുന്നെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി അവിടെ ഐസ് കട്ടപിടിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഐസ് ബ്രേക്കറാണ് ഇതിൻ്റെ റൂട്ട് കാണിച്ചു കൊടുക്കുന്നത്. ഐസ് ബ്രേക്കർ ഷിപ്പ് മുന്നോട്ട് പോകും, ആ വഴി ഇങ്ങനെ തെളിച്ച് പോകും ഐസ് ബ്രേക്ക് ചെയ്ത്. അപ്പോൾ ആ ഒരു റൂട്ടിലൂടെ ഈ ചരക്ക് നീക്കം ചെയ്യുന്ന ഷിപ്പുകൾ ഫോളോ ചെയ്ത് പോകും. അപ്പോൾ ഇത് 48 എണ്ണം റഷ്യ എടുത്തുണ്ട്. പക്ഷേ അമേരിക്കയുടെ പക്കൽ ഇത് വളരെ കുറവാണ്. ഞങ്ങളുടെ അടുത്ത് 4-5 ഐസ് ബ്രേക്കറുകളേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കേപ്പബിലിറ്റി ഞങ്ങൾക്ക് വളരെ കുറവാണ് എന്ന് ആദ്യമായിട്ട് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ, അമേരിക്ക വൺ ഓഫ് ദ ബെസ്റ്റ് കൺട്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രംപ് ഒരു അക്സെപ്റ്റൻസ് നടത്തിയിരിക്കുകയാണ്. ഈ ഐസ് ബ്രേക്കർ ഷിപ്പ് ഓൺ ചെയ്യുന്ന മേഖലയിൽ ഞങ്ങൾ റഷ്യയ്ക്ക് പുറകിലാണ് എന്നാണ് ഇപ്പം അമേരിക്ക അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നേപ്പാളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. നേപ്പാളിൽ ഇപ്പോൾ ഒരു പുതിയ ഗവൺമെൻറ്റാണ്, താൽക്കാലിക ഗവൺമെൻറ്റാണ്. അവിടെ ജൻസി പ്രൊട്ടസ്റ്റ് ഒക്കെ നടന്ന് ഒരു ജഡ്ജാണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത്. അപ്പോൾ അവരുടെ പുതിയ റുപ്പി പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് പ്രിൻ്റ് ചെയ്ത് ഇറക്കി അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പത്രത്തിൽ അടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ അതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഈ ലിപ്പു ലേക്ക്, ലിംബിയാതുര, കാലാപ്പാനി ഈ മേഖലകൾ മൂന്നും നേപ്പാളിൻ്റെ ഭാഗമാണെന്ന് കാണിച്ചുകൊണ്ടുള്ള ആ ഒരു ഇമേജാണ് ആ റുപ്പി നോട്ടിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പ്രിന്റ് ചെയ്ത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ ഒപ്പോസ് ചെയ്തിട്ടുണ്ട്. ഇനി അതൊരു മാറ്റില്ലോ നമുക്കറിയില്ല. അതായത് പ്രത്യേകിച്ച് ഈ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തത് ഈ ശർമ്മ ഒലിയാണ്. ഇപ്പോൾ ജനങ്ങളെല്ലാം അവിടെ നിന്ന് അടിച്ച് പുറത്താക്കിയില്ലേ, അവൻ തന്നെയാണ് ഇതിൻ്റെ ഒരു വിഷക്രിമി. അപ്പോൾ ഇവൻ ശരിക്കും ഈ ഒരു മേഖലകളൊക്കെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അതായത് ചൈനയെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കെതിരെ എന്തോ നടപടിയെടുക്കുന്നു എന്നുള്ള നിലയിൽ ഈ രീതിയിലുള്ള ഉടായ്പകളൊക്കെ കാണിച്ചു കൂട്ടിയത്. ഇവൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം ഈ മേഖലകളൊന്നും തന്നെ നേപ്പാൾക്ക് അങ്ങ് കൊണ്ടുപോകാൻ കഴിയില്ല. ഒരു ആർഗ്യുമെന്റ് ആയിട്ട് ഉയർത്തിക്കൊണ്ട് ഡിപ്ലോമാറ്റിക്കലി എന്തെങ്കിലുമൊക്കെ ലിവറേജസ് എടുക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്നതാണ്. ഇതൊരു ട്രൈ ആണ്. അത് തന്നെ ഇപ്പോൾ ഈ നിലവിലുള്ള ഗവൺമെന്റും കൂടി ആ ഒരു സെയിം പ്രിൻസിപ്പിളിൽ നിന്നും മാറാൻ തീരുമാനിച്ചിട്ടില്ല. അല്ലെങ്കിൽ അവർക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണോ, പഴയ പ്രിന്റിംഗ് മെഷീനിൽ അതേപടി തന്നെ അവർ തുടർന്നതാണോ, അല്ലെങ്കിൽ മനഃപൂർവ്വം അവരിത് ഉൾപ്പെടുത്തിയതാണോ എന്നുള്ളതിന്റെ ക്ലാരിഫിക്കേഷൻ ഇനി നേപ്പാളിന്റെ സൈഡിൽ നിന്ന് റെസ്പോൺസ് വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ത്യ ഇതിനെക്കുറിച്ചുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വിഷയം കൂടി പറഞ്ഞ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. പോളണ്ടും ജർമ്മനിയും തമ്മിലുള്ള വാഗ്വാദം അത് എന്തിനെ ചൊല്ലിയാണെന്ന് പറഞ്ഞാൽ ഈ പ്രൈഡ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, ഈ പ്രൈഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സ്വർഗ അനുരാഗികൾ. അപ്പം ഈ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ പോളണ്ട് ഇവരെ അനുകൂലിക്കുന്നുണ്ട്. പോളണ്ടിന്റെ ബൈ ലോ ഇവർക്ക് സപ്പോർട്ടീവാണ്. പക്ഷെ അതേസമയം ജർമ്മനി ഇതിനെ അനുകൂലിക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരു കപ്പിൾ, ലെസ്ബിയൻ അഥവാ ഹോമോ ഈ കാറ്റഗറിയിൽപ്പെട്ട ഒരു കപ്പിൾ ജർമ്മനിയിലോട്ട് എൻട്രി ആവുകയാണ്. ഇവരെല്ലാം തന്നെ യൂറോപ്യൻ യൂണിയനാണ്. അപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എൻട്രി പാസ് ഉണ്ട്. അവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കടന്നു ചെല്ലാൻ കഴിയുന്നതാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ കപ്പിൾസിനെ അവരെ അനുവദിച്ചില്ല. അവർ ഇമീഡിയറ്റ് ആയിട്ട് തന്നെ പോളണ്ടിലേക്ക് ഡീപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതിനെതിരെ പോളണ്ട് ഇപ്പോൾ ജർമ്മനിക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അതായത് നമ്മളെല്ലാം യൂറോപ്യൻ യൂണിയനാണ്, ഒരേ യൂണിയനിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഒരു സിറ്റിസൺ എന്നുള്ള നിലയിൽ ജർമ്മൻ പൗരനെ ആസ് എ സിറ്റിസൺ എന്നുള്ള നിലയിൽ, ഒരു യൂറോപ്യൻ സിറ്റിസൺ എന്നുള്ള നിലയിൽ നിങ്ങൾ ഈ രീതിയിൽ ഡീപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അവർ ജർമ്മനിയിൽ വന്നിട്ട് നാഷണാലിറ്റിക്ക് അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ ജർമ്മനിക്കുള്ളിൽ സ്ഥിരമായിട്ട് താമസിക്കണമെന്ന് പറയുന്നു എന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് എംബസിയുമായിട്ട് വെരിഫിക്കേഷൻ നടത്തി അവർക്ക് വേണ്ട രീതിയിലുള്ള ഗൈഡൻസ് കൊടുത്ത് അവരെ ആ സ്വന്തം രാജ്യത്തേക്ക് മടക്കി അയക്കാം. അതിലുപരിയായിട്ട് നിങ്ങൾ ആ രാജ്യത്ത് നിന്ന് ഡീപ്പോർട്ട് ചെയ്യാനുള്ള അവകാശമില്ല എന്നുള്ള രീതിയിൽ ചോദ്യം ചെയ്തിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് യൂറോപ്പിൽ പ്രധാനമായിട്ടും ഈ പോപ്പുലേഷൻ ക്രൈസിസ് ഉണ്ട്. അവിടെ ജനസംഖ്യ തീരെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് ഇവർ ഈ രീതിയിലുള്ള മാരേജുകളെയൊക്കെ ഇതൊക്കെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് പിന്നെ ജനസംഖ്യ ഉണ്ടാവുക? അതായത് ഈ സ്വർഗാനുരാഗികളെയൊക്കെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർക്ക് നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാക്കാൻ കഴിയും? തീർച്ചയായിട്ടും അവിടെ റീപ്രൊഡക്ഷൻ ഇല്ല. പിന്നെ അവരുടെ ജനസംഖ്യ ഇനിയും കുറയും. കുറഞ്ഞ് ഇല്ലാതാവും. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. പോളണ്ടൊക്കെ ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട് തീരുമാനമെടുക്കുന്ന ആൾക്കാരാണ്, ഭയങ്കര ഫ്രീഡമാണ്. പക്ഷെ എന്തായാലും ചില കാര്യങ്ങളിൽ ചില റെഗുലേഷൻസ് വരുത്തേണ്ടതുണ്ട്. പിന്നെ അൾട്ടിമേറ്റ്ലി ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കും പോളണ്ട് റൈറ്റ് സൈഡിലാണ് നിൽക്കുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് അതിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും. പക്ഷെ അതേസമയം അതായത് സർവൈവൽ ഹ്യൂമൻ എക്സിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോഴത്തേക്കും അത് റോങ് ആയിട്ടുള്ള ഒരു പെർസെപ്ഷനാണ്. അപ്പോൾ എന്തായാലും കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.